നേതാക്കൾ, മറ്റ് പ്രവർത്തകർ, ആദ്യമായി നമ്മുടെ സാംസ്കാരിക രംഗത്തു നിന്നും നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ സലീം കുമാർ സാറിന് പ്രണാമം അർപ്പിക്കുകയാണ്. അതിനായി നമുക്ക് അദ്ദേഹത്തിനുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് 2 മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഇന്ത്യ സെക്കുലർ മൂവ്മെന്റ് എന്ന തദ്ദേശീയ ജനതകളുടെയും രാഷ്ട്രീയ പരിവർത്തന ശക്തികളുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും എല്ലാം കൂട്ടായ്മ നമ്മൾ വിവിധ ജില്ലാ കൺവെൻഷനുകൾ പൂർത്തീകരിച്ചതിന് ശേഷം വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സെക്കുലർ മൂവ്മെൻറ്റ് മുന്നണിയായി അല്ലെങ്കിൽ ഒരു കോർഡിനേഷനായി പരിവർത്തനപ്പെട്ടതിന് ശേഷം നമ്മൾ ഈ കൂട്ടായ്മയുടെ രാഷ്ട്രീയപരമായ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നതിനായി നമ്മൾക്ക് നമ്മുടെ ഈ ഇന്ത്യ സെക്കുലർ മുന്നണിയിൽ പങ്കുചേർന്നിട്ടുള്ള നമ്മളുടെ ഈ മുന്നണിയിൽ ഭാഗമായിട്ടുള്ള സംഘടനകളെ, മറ്റ് രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെയെല്ലാം നേതൃത്വത്തിൽ നമ്മുടെ സ്വാധീന ശക്തിയുള്ള വാർഡുകളിലും ബ്ലോക്കുകളിലുമെല്ലാം നമ്മൾ മത്സരിക്കുവാൻ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സെക്കുലർ മൂവ്മെൻറ്റിൻ്റെ ജില്ലാ കൺവെൻഷനുകൾ പൂർത്തീകരിച്ച ഘട്ടത്തിൽ അടുത്തതായി താഴേക്കിടയിലേക്ക് അടിസ്ഥാനപരമായി ഇതിൻ്റെ പഞ്ചായത്ത് തല കൺവെൻഷനുകൾ പൂർത്തീകരിക്കപ്പെടണമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മണിമലയിലും കുറിച്ചിയിലും നമ്മുടെ പഞ്ചായത്ത് തല കൺവെൻഷനുകൾ നടത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയും കാണാക്കാലിയിലെ ഈ പഞ്ചായത്ത് കൺവെൻഷനിൽ നമുക്കറിയാം കോട്ടയം ജില്ലയിൽ തദ്ദേശീയ ജനവിഭാഗങ്ങൾ തിങ്ങിൽ പാർക്കുന്ന ഒരു പഞ്ചായത്താണ് കാണാക്കാലി പഞ്ചായത്ത്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഈ മുന്നണിയിലെ അംഗമായിട്ടുള്ള പല പ്രസ്ഥാനങ്ങൾക്കും സംഘടനാ പ്രവർത്തന മേഖലയിൽ വളരെ വേരോട്ടമുള്ള ഒരു പഞ്ചായത്താണ്. ആ നിലയ്ക്ക് തന്നെ ഈ കാണക്കാരി പഞ്ചായത്തിന് ഈ കൺവെൻഷന് സെക്കുലർ ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഈ എമ്പാടും നടത്തി കഴിഞ്ഞ കൺവെൻഷനിൽ നിന്നും വ്യത്യസ്തമായി വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മൾക്കറിയാം, ഇന്ത്യയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞും അതിൻ്റെ എല്ലാ തലങ്ങളും നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും രാഷ്ട്രീയപരമായി നമ്മൾ ഐക്യപ്പെട്ടില്ല എങ്കിൽ നാളുകളിൽ കേരളത്തിൽ വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾ അവരുടെ വേരോട്ടം കൂടുതൽ സജീവമാകുന്നതിന് ഇത് കാരണമാകും എന്നുള്ള ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ത്യ സെക്കുലർ മൂവ്മെൻറ്റ് എന്ന ഈ പുതിയ പ്ലാറ്റ്ഫോമിന് രൂപം കൊടുത്തത്.
എക്കാലവും വോട്ട് ബാങ്കായി പ്രവർത്തിക്കാൻ അടിസ്ഥാന ജനതയെ പ്രേരിപ്പിക്കപ്പെടുന്ന ജാതി സംഘടനകൾക്കും നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കുമൊക്കെ ഒരു വലിയ തിരിച്ചടിയായി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സെക്യുലർ മൂവ്മെൻറ്റിൻ്റെ ഒരു ശക്തമായ ഒരു പ്രവർത്തനം, ഒരു നിലപാട് ഉണ്ടാക്കിയെടുക്കുവാൻ ഈ കൺവെൻഷനുകൾ നമ്മളെ സഹായിക്കട്ടെ. അതിന് ഈ കൺവെൻഷനിൽ പങ്കുചേർന്നിട്ടുള്ള എല്ലാ സെക്യുലർ ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകർക്കും, ഓരോ സംഘടനയുടെ നേതാക്കൾക്കും ഈ രാഷ്ട്രീയ കൺവെൻഷനുകൾ അവരുടെ പ്രായോഗിക അനുഭവങ്ങളും അവരുടെ സംഘടനാ അനുഭവങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് ഈ മുന്നണിയിലെ പ്രവർത്തകരെ സജീവമാക്കുവാനും അവരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുള്ള വ്യക്തികളാക്കി തീർക്കുവാനും കഴിയുന്ന ഒരു കൺവെൻഷനായി ഈ കാണക്കാരിയിലെ പഞ്ചായത്ത് കൺവെൻഷൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യം ഈ കൺവെൻഷനിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ VC സുനിൽ, ഇന്ത്യ സെക്യുലർ മൂവ്മെൻറ്റിൻ്റെ വളരെ സജീവമായ പ്രവർത്തകനും ഇതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററുമാണ്. ഭൗതികമായ ഇതിൻ്റെ പല പ്രവർത്തനങ്ങളും സുനിൽ സാറിൻ്റെ വളരെ കൃത്യതയുള്ള മേൽനോട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിന് ഈ ഇന്ത്യ സെക്യുലർ മൂവ്മെൻറ്റ് കാണക്കാരി പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് സ്വാഗതം ആശംസിക്കുക. അടുത്തതായി ഇന്ത്യ സെക്യുലർ മൂവ്മെൻറ്റിൻ്റെ മുന്നണിയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബഹുജൻ ദ്രാവിഡ പാർട്ടി. വളരെ നാളുകളായി ഈ മുന്നണിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമാണ് ഇതിൻ്റെ കേരള ഘടകത്തിൻ്റെ നേതാവായ ശ്രീ വയലാർ രാജീവൻ സാർ. ബഹുജൻ ദ്രാവിഡ പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾക്കറിയാം, വടക്കേ ഇന്ത്യയിലെ പല കാർഷിക പ്രക്ഷോഭങ്ങളും സിഖ് സമുദായങ്ങൾ ഏറ്റെടുക്കപ്പെട്ടിട്ടുള്ള പല പ്രക്ഷോഭങ്ങളും വിജയം കൈവരിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ സിഖ് സമുദായങ്ങളുടെ ഒരു പ്രാതിനിധ്യമുള്ള ദേശീയ തലത്തിലെ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് വളരെ വീര്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ദ്രാവിഡ വർഗ ഐക്യമുന്നണി അടക്കമുള്ള പ്രസ്ഥാനത്തിൻ്റെ ദേശീയ സമ്മേളനത്തിൽ അവർ പങ്കെടുക്കുകയും കേരളത്തിലെ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ കീഴിൽ ഒരു കൂട്ടായ്മ